ഹലോ നല്ല നമസ്കാരം. ഇത് ഞങ്ങളുടെ ആലപ്പുഴയാണ് കേട്ടോ. പത്തനംതിട്ട ജില്ലയിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിൽ നിന്നും നമ്മുടെ യാത്ര നേരെ എറണാകുളത്തേക്കാണ്, കൊച്ചിക്കാണ്. കൊച്ചിയിലേക്കുള്ള യാത്ര ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നടത്തുന്നത്. അവിടെ ചെന്ന് നല്ല പൊറോട്ടയും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തട്ടി മോർണിംഗ് നല്ല അടിപൊളിയായിരുന്നു. അതിനുശേഷം പോയി എടുത്തൊരു സാധനമാണ് ഈ കാണുന്നത്. പണ്ട് കുറേ നാളുകൾക്ക് പറഞ്ഞാൽ ഏകദേശം 10-80 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫാമിലിക്ക് കല്യാണത്തിന് ഗിഫ്റ്റായിട്ട് അവരുടെ ഒരു കസിൻ അല്ലെങ്കിൽ അവരുടെ ഒരു അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരാൾ കൊടുത്ത നാണയങ്ങളാണിത്. അന്നിത് നമ്മൾക്ക് വിനിമയത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാണയങ്ങളാണ്. ഞാനീ പറയുന്ന 1930കളുടെ കഥയാണ്. 1930കളുടെ സമയത്ത് കൊടുത്ത നാണയങ്ങളാണ്. അതിങ്ങനെ തലമുറയായി വെക്കുകയും ഇപ്പോൾ അവസാന തലമുറ അതിനോട് വലിയ ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുകയും അവരത് എങ്ങനെ സിൽവർ സ്ക്രാപ്പ് പോലെ കൊടുക്കാനൊരു ഐഡിയ വന്നപ്പോൾ നമ്മളത് കയറി അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു പോയി അത് കളക്ട് ചെയ്യാൻ സാധിച്ചു. കാരണം എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് കോയിൻസ് ഇതിൽ നിന്ന് എടുത്തിട്ട് ബാക്കി അവർക്ക് തിരിച്ചു കൊടുക്കാമെന്ന് വെച്ചു. വെറുതെ സ്ക്രാപ്പായിട്ട് ഉരുക്കി കളയുന്നില്ല, നല്ലതല്ലേ? അപ്പോൾ അതുകൊണ്ട് കുറച്ച് കോയിൻസ്, വേണ്ട ഇയറുകളൊക്കെ സെലക്ട് ചെയ്ത് കുറച്ച് കോയിൻസ് എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് രാവിലെ തന്നെ പോയി ഈ കോയിൻസ് എടുത്തുകൊണ്ട് വന്നത്. ഇത് ഏകദേശം 100ഓളം നാണയങ്ങളുണ്ട്. നാണയങ്ങളിൽ കൂടുതലും 1912, 14, 15, 16 ഇങ്ങനെയൊക്കെയുള്ള വർഷങ്ങളിൽപ്പെട്ട നാണയങ്ങളാണ്. നിങ്ങൾ ഈ കേൾക്കുന്നതാണ് സിൽവറിൻ്റെ കിലുക്കം. സിൽവർ തമ്മിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഉരസുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ടാണ്. വളരെ നല്ല ഫീലിംഗ് ആണിത്. അപ്പോൾ ഈ കോയിൻസ് എല്ലാം സെലക്ട് ചെയ്ത് എനിക്ക് ഇനി മിൻറ്റ് വൈസ്, ഇയർ വൈസ് ഒക്കെ കുറച്ച് സെലക്ട് ചെയ്ത് എൻ്റെ പേഴ്സണൽ കളക്ഷനിലേക്ക് മാറ്റണം. ബാക്കി അവർക്ക് തിരിച്ചു കൊടുക്കണം. അതിനുശേഷം ഞാൻ കാണിക്കുന്നത് 2 എക്സ്ട്രീം റയർ ആയിട്ടുള്ള കോയിൻസാണ്. ഒന്ന് ഫുജിറയുടെ 1970 ഒരു പ്രൂഫ് കോയിനാണ്. അത് നിങ്ങൾക്ക് കാണാം, PF68 അൾട്രാ കാമിയോ, അതായത് ടോപ്പ് ഗ്രേഡാണ്. ഇതിന് 70 വരെയാണ് ഇതിൽ പോയിന്റ് കിട്ടാനുള്ളത്. 70ൽ 68 പോയിന്റും കിട്ടിയ ഒരു ടോപ്പ് ഗ്രേഡ് കോയിനാണിത്. ഇത് വളരെ റയറാണ്. ഈ ഒരു ഹൈ ഗ്രേഡ് കിട്ടാൻ, 68 എന്നൊക്കെയുള്ള ഗ്രേഡ് കിട്ടാൻ വളരെ റയറാണ്. ഇത് ഫുജിറ 1970 ഇഷ്യൂ ചെയ്ത റിച്ചാർഡ് നിക്സൺ ഒരു അമേരിക്കൻ പഴയ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ പേരിലിറങ്ങിയ ഒരു കോയിനാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോയിനാണ്, പ്രൂഫ് കോയിനാണ്. ഈ ഒരു കോയിൻ എൻ്റെ കളക്ഷനിലേക്ക് തന്നെ മാറും. ഇത് മറ്റൊരു കളക്ടറുടെ നിന്ന് വാങ്ങിച്ചാണ്, നമ്മുടെ ഈ ആദ്യം പറഞ്ഞ ഇടത്തുനിന്നല്ല. ഇത് ടാനുറ്റുവ എന്ന് പറഞ്ഞാൽ വളരെ റയറായിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇന്നതൊരു രാജ്യമല്ല, ഇന്നത് മറ്റൊരു രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഈ ടാനുറ്റുവയുടെ ഒരു വളരെ 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 റയറായിട്ടുള്ള ഒരു കോയിനാണ്. ഇതിൽ ഒരുപാട് ഫേക്ക് കോയിൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതെപ്പോഴും ഗ്രേഡ് ചെയ്ത കോയിൻസ് മാത്രമാണ് ഇതിലെപ്പോഴും നമുക്ക് കളക്റ്റബിൾ എന്ന് പറയാൻ പറ്റുക. അങ്ങനെ ഗ്രേഡ് ചെയ്ത ഒരു കോയിൻ എൻ്റെ പേഴ്സണൽ കളക്ഷനിലേക്ക് വാങ്ങിച്ച ടാനുറ്റുവയുടെ കോയിനാണ് നിങ്ങൾ കാണുന്നത്. ഇതും എൻ്റെ പേഴ്സണൽ കളക്ഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 2 കോയിൻസ് എനിക്ക് കിട്ടി. ഇത് കൂടാതെ പിന്നെ കിട്ടിയെന്ന് പറഞ്ഞാൽ കുറച്ച് യൂറോ കോയിൻസാണ്. നിങ്ങൾക്കിത് കാണാം, ഇതെല്ലാം 3 യൂറോയുടെ കോയിൻസാണ്. കണ്ടില്ലേ? 3 യൂറോയുടെ ഒരു ബൈമെറ്റൽ ടൈപ്പ് കോയിൻസാണ്. ഇപ്പം നമ്മൾ നോർമലി കാണുന്ന 3 യൂറോയുടെ കോയിൻസ് അല്ല ഇത്. ഇങ്ങനെ 3 യൂറോ എന്ന് പറഞ്ഞൊരു കോയിൻ നോർമൽ സർക്കുലേഷൻ ഇല്ല. ഇത് സ്ലൊവേനിയ എന്ന രാജ്യം ഇഷ്യൂ ചെയ്ത 3 യൂറോയുടെ കോമറേറ്റീവ് കോയിൻസാണ്. അങ്ങനെ പല രാജ്യങ്ങളും 3 യൂറോ 5 യൂറോ ഒക്കെ കോയിൻസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ സ്ലൊവേനിയ എന്ന രാജ്യം ഇറക്കിയിരിക്കുന്ന ഈ 3 യൂറോ കോയിൻസ് നല്ല ഡിസൈനാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഇതിനപ്പുറത്തൊരു ഒരു നല്ല കോയിൻ ഉണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇതുപോലുള്ള കോയിൻസ് നമുക്ക് സാധാരണ അതത് ബാങ്കുകളിൽ, അതായത് യൂറോപ്യൻ യൂണിയനിലുള്ള അതത് കൺട്രിയുടെ ബാങ്കുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കോമമറേറ്റീവ് കോയിൻസ് വാങ്ങിക്കാൻ സാധിക്കും. ആരെങ്കിലുമൊക്കെ യൂറോപ്പിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്ന് കിട്ടിയ കുറച്ച് മാത്രമാണ്, കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് നല്ല കളക്റ്റബിൾ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. ഡീറ്റെയിൽ വീഡിയോ ഉടനെ ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്.